എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ക്രിക്കറ്റ്? മല്ലു ക്രിക്കറ്റ് നിങ്ങൾ കണ്ടുണ്ടോ ചാനല്? ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണണം, ഷെയർ ചെയ്യണം പ്ലീസ്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആണിത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കൊടുമണ്ണിൽ ഒരു ക്രിക്കറ്റ് അക്കാദമി വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഈ നാട്ടിൽ നല്ലൊരു അക്കാദമി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ്. പക്ഷേ ഒരു അക്കാദമി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ, പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് റോങ് ഡിസിഷൻസ് എനിക്ക് തോന്നുന്നു ഈ എക്സ്പീരിയൻസ് അന്ന് അത്ര ആസ്വദിച്ചിട്ടും അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റാഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി, സാഹചര്യങ്ങൾ മാറി, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും കൊണ്ടും കൂടെ ഈ ഗ്രാമത്തിലൊരു അടിപൊളി ക്രിക്കറ്റ് അക്കാദമി വന്നിട്ടുണ്ട്. ആ അക്കാദമിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മല്ലു ക്രിക്കറ്റിലുള്ളത്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ നാട്ടിലുള്ള ക്രിക്ബർഡ്സ് എന്ന ക്രിക്കറ്റ് അക്കാദമി എത്രത്തോളം ജെന്യൂൻ ഇനീഷ്യേറ്റീവ് ആണെന്നറിയാതെ, ഇവിടുത്തെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആയിക്കോട്ടെ, കോച്ചുമാരുടെ സപ്പോർട്ട് ആയിക്കോട്ടെ, ഇവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇവിടെ ഒരു ഔട്ട്ഡോർ ഫീൽഡ് ഉണ്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. മാത്രമല്ല 3 ഇൻഡോർ നെറ്റ്സ് ഉണ്ട് ലൈറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇവിടുത്തെ ബൗളിംഗ് മെഷീൻ ആയിക്കോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കോച്ചുമാർ കുട്ടികളോട് ഇൻഡിവിജ്വലി കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് കേട്ടോ. മാത്രമല്ല കുട്ടികളുടെ വളർച്ചയിൽ ഇവരുടെ ന്യൂട്രീഷ്യസ് ഫുഡ് എല്ലാ കാര്യത്തിലും ഇവർ ഇടപെടുന്നുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഓരോ മാസം കഴിയുമ്പോഴും സ്കൂളിലെ പോലെ കുട്ടികൾ ക്രിക്കറ്റിൽ എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ടെന്ന് പേരൻസിന് അറിയാൻ സാധിക്കും. അത്രത്തോളം മികച്ച ഒരു അക്കാദമി. ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല വേറെ എന്താ സപ്പോർട്ട് ചെയ്യുക? മാത്രമല്ല ഇവിടെ നെറ്റ്സിലുള്ള പ്രാക്ടീസ് മാത്രമല്ല, തൊട്ട് താഴെ തന്നെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇവർക്ക് ഓപ്പൺ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, മാച്ചുകൾ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇവിടുത്തെ ഹെഡ് കോച്ച് റോബിൻ സാറാണ്. ശ്രീശാന്തിനെയൊക്കെ കോച്ച് ചെയ്ത കോച്ചാണ്. മാത്രമല്ല ഇവിടെ ബ്ലൈൻഡ് വുമൻസ് കോച്ച് ആളും ഇവിടെയുണ്ട്. ഞാൻ ആളുടെ വാക്കുകളിലേക്ക് പോകാം. ബേസിക് എന്ന് പറയുന്ന ഒരു അക്കാഡമിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു പ്ലെയറിനെ എടുത്ത് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും അവരുടെ ബേസിക് തുടങ്ങുന്ന ഒരു അക്കാഡമിയിൽ നിന്നാണ്. ഇവരും നമ്മളിനി ഭാവിയിലെ താരങ്ങളാണ് തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ അക്കാഡമിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരവിടെ എത്തട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പേരൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ കളിക്കാൻ വന്നാലും പേരൻസും അതിൻ്റെ അകത്ത് അവർ എന്താണ് ചെയ്യുന്നത് അവർക്ക് അവയർനെസ് കൊടുക്കണം. അല്ലാതെ ഇപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മമ്മി ഞാൻ പോയിട്ട് വന്നു കേട്ടോ അല്ലെങ്കിൽ കളിക്കാൻ പോയി, അവർക്ക് അതിന് അറിയത്തില്ല അതിന്, പക്ഷെ നോളജ് ഇല്ല എന്താണ് സംഭവം അല്ലെങ്കിൽ എന്താണ് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ ഒരു രീതി. കാരണം നമ്മൾ സ്കൂളിലാണെങ്കിൽ നമ്മൾ എക്സാം എഴുതും, അതിൻ്റെ നമ്മുടെ മാർക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ വെക്കേഷൻ സമയത്തുള്ള അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോ കുട്ടികൾ അവരെ ബാറ്റിംഗ് സ്റ്റൈലിൽ എത്രയാണ് അത് ഓരോ മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാറ്റിംഗ് എങ്ങനെയാണ്, ബോളിംഗ് എന്താണ്, അവനിനി ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖല ഏതാണ്, അവിടെ എന്താണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ പേരൻസിനെ അറിയിക്കും. എന്തോരം ഇവരുടെ ഉള്ളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നു അത്ര റിസൾട്ട് അവർ നമുക്ക് തിരിച്ചു തരും. നമ്മൾ അവരുടെ ഒപ്പം എൻജോയ് ചെയ്ത് എന്തോരം ചെയ്യുന്നു. അപ്പം നമ്മുടെ ടൈം പോണതും അറിയില്ല, നമുക്ക് അത്ര ആക്റ്റീവായിട്ട് നമുക്ക് ഇപ്പം നമുക്ക് സെഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ആക്റ്റീവ് ആയിരിക്കും. എനിവേ മീറ്റ് ചെയ്തതിനകത്ത് ഭയങ്കര സന്തോഷം. ഇപ്പം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.